ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇൻറ്റഗ്രേഷൻ ഡേ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 12 എന്താ കൂട്ടുകാരെ? യെസ്, ലെറ്റ്സ് മേക്ക് പ്ലേ ഹൗസ്. എന്താണ്? നമുക്കൊരു പ്ലേ ഹൗസ് നിർമ്മിക്കാമല്ലേ? ഓക്കെ, ദി ക്രിയേച്ചേഴ്സ് അസംബ്ലീഡ് അണ്ടർ എ ട്രീ മഞ്ഞണിക്കാട് ബ്രോഡ് പേപ്പർ സ്ട്രോസ് ടു മേക്ക് പ്ലേ ഹൗസ്. എന്താണ്? യെസ്, ക്രിയേറ്റേഴ്സ് അസംബ്ലീഡ് അണ്ടർ എ ട്രീ മഞ്ഞണിക്കാടിലെ ട്രീയിലെ ക്രിയേറ്റേഴ്സ് ഒക്കെ എന്താണ്? ട്രീയുടെ താഴെ അസംബ്ലി ചെയ്യാണ്, അതായത് അവർ കൂട്ടം ചേരുകയാണ് അല്ലേ. എന്നാൽ അവർ എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, ബ്രോഡ് പേപ്പർ സ്ട്രോസ് ടു മേക്ക് എ പ്ലേ ഹൗസ്. ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ചിത്രത്തിലൂടെ കാണാനുണ്ടല്ലോ. യെസ്, ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് ബ്രോഡ് ബൈ ദം ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ. ആ ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ക്രിയേറ്റേഴ്സ് നോക്കൂ, സ്ക്വിറൽ, മോങ്കോസ്, ഫോക്സ് ആൻഡ് പാരറ്റ് അല്ലേ. ഓക്കെ, 100. സ്ക്വിറൽ 100s, ദെൻ 4 10s-ഉം 2 1s-ഉം. ടോട്ടൽ എത്രയായി? യെസ്, 142. ദെൻ മാംഗോസ് നോക്കൂ, 100s 1 ആണ്. ദെൻ 10s എത്രയാണ് കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്? 3 ആണല്ലേ. ദെൻ 1s 9. അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ? എത്രയായിരിക്കും? 139 അല്ലേ. എളുപ്പമല്ലേ? യെസ്, 139. ഓക്കെ, ദെൻ ഫോക്സ് നോക്കൂ, ടോട്ടൽ നമുക്ക് നൽകിയിട്ടുണ്ട് എത്രയാണ്? 124 എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവുക? യെസ്, 100s, ദെൻ 2 10s, ദെൻ 4 1s അല്ലേ, 4 1s. ദെൻ പാരറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്താണ്? ടോട്ടൽ 103 ആണല്ലേ. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവും കൂട്ടുകാരെ അതിൽ? യെസ്, 100s, ദെൻ 10s ഇല്ലല്ലേ, 0 10s, ദെൻ 1s എത്രയായിരിക്കും? യെസ്, 3 1s. ഓക്കെ, അപ്പോൾ എത്രയായി? 100 എന്ന് പറഞ്ഞാൽ 100, ദെൻ 3 1s കൂടി ചേർന്നാൽ യെസ് 103. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ബ്രോഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോസ്? ആരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ? ടോട്ടൽ നോക്കൂ. സ്ക്വിറൽ 142 ആണ്, ദെൻ മോങ്കോസ് 139 ആണ്, ദെൻ ഫോക്സ് 124 ആണ്, പാരറ്റോ യെസ് 103 ആണല്ലേ. അപ്പോൾ ഇതിൽ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, നമുക്ക് മനസ്സിലായല്ലോ ആരാണ് കൂട്ടുകാരെ. യെസ്, നമ്മുടെ സ്ക്വിറൽ ആണല്ലേ. എത്രയാണ്? 142. അപ്പോൾ സ്ക്വിറൽ ആണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ റൈറ്റ് ദ നമ്പർ ഓഫ് സ്ട്രോസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ അല്ലേ. ഡിസെൻഡിങ് ഓർഡറിൽ യെസ്, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ഏതായിരിക്കും വരിക? യെസ്, 142 അല്ലേ. 140 യെസ് 142 അല്ലേ. ദെൻ നെക്സ്റ്റ് 139, ദെൻ 124, ദെൻ 103. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൂ ഈസ് ഹൈഡിങ്? ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നാണല്ലേ. ഓക്കെ, ക്രിയേറ്റർ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ മഞ്ഞണിക്കാട് ഈസ് ഹൈഡിങ് ഇൻ ദ പിക്ചർ. ഫൈൻഡ് ദ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. കളർ ദ ബോക്സസ് ഹാവിംഗ് ദ ആൻസേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ക്രിയേറ്റർ. ഫസ്റ്റ് നോക്കൂ, 6 × 2 ആണല്ലേ. 6 × 2 എത്രയാണ്? യെസ്, 12 ആണല്ലേ. ദെൻ 9 × 10 യെസ് 90. ദെൻ 7 × 5 എത്രയാണ്? യെസ് 35. ഓക്കെ, ദെൻ 9 × 5 യെസ് 45 ആണല്ലേ. ദെൻ 4 × 10 യെസ് 40. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ, എളുപ്പമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കിട്ടിയ ആൻസേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? നിറം കൊടുക്കുകയല്ലേ, നിറം കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. പ്രവർത്തനം 15, ജലം സംരക്ഷിക്കാം. യാത്രക്കിടയിൽ ചെമ്പൻ പരുന്ത് കണ്ട ഒരു കാഴ്ചയുടെ ചിത്രം നോക്കൂ. എന്ത് ചിത്രമാണ് കൂട്ടുകാരെ ഇവിടെ നൽകിയിട്ടുള്ളത്? ഒരു ആളെന്താണ്? പശുവിനെ കഴുകുകയാണല്ലേ. എവിടെയാണ് കഴുകുന്നത്? ഇത് നോക്കൂ, വെള്ളത്തിൽ നോക്കൂ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ജലം മലിനമാകുകയാണല്ലേ. അപ്പോൾ ഇതുപോലെ ജലം മലിനമാകുന്ന 4 സന്ദർഭങ്ങൾ എഴുതുക എന്നാണല്ലേ എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? അതെ, വാഹനങ്ങൾ കഴുകുന്നതല്ലേ. വാഹനങ്ങൾ കഴുകുന്നത്, ഇതുപോലെ നദികളിൽ വാഹനങ്ങൾ കഴുകുന്നത്,
നദികളിലേക്കും പുഴകളിലേക്കും ഒക്കെ മാലിന്യങ്ങൾ തള്ളുന്നത്, അതുപോലെ എന്താണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ജലം മലിനമാകുന്ന സന്ദർഭങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ പ്രദേശത്തുള്ള 2 ജലസ്രോതസ്സുകൾ എഴുതുക. നമുക്ക് ഏത് എഴുതാം? കിണർ എഴുതാം, കുളം, അതുപോലെ തന്നെ പുഴ, നദി, അരുവി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഓക്കെ, ദെൻ പ്രവർത്തനം 14 പരുന്ത് കണ്ട കാഴ്ചകളാണല്ലേ. മഞ്ഞണിക്കാട്ടിൽ നിന്നും ചെമ്പൻ പരുന്ത് ആകാശത്തിലൂടെ പറന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ നോക്കൂ. എന്തൊക്കെ കാഴ്ചകളാണ് കൂട്ടുകാരെ ചെമ്പൻ പരുന്ത് കണ്ടത്? വാഹനങ്ങളാണല്ലോ. നോക്കൂ, റോഡിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. ദെൻ നദിയിൽ കൂടി തോണി പോകുന്നുണ്ട്. താഴെ എന്താണ്, ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ ഒരു വിവരണമാക്കി എഴുതുക. എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ ചെമ്പൻ പരുന്ത് കണ്ടിട്ടുണ്ടാവുക, അതൊരു വിവരണ രൂപത്തിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.